ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറയുന്നതും രോഗങ്ങളും അതുപോലെ തന്നെ ഒരു പാരസെറ്റമോളോ കാൽസ്യം ഗുളികയോ വിറ്റാമിൻ ഗുളികയോ ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് പനിയൊക്കെ വരാതെ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കിഡ്നിയിലൊരു മുഴയുണ്ട് കേട്ടോ. അത് 6 സെൻറ്റിമീറ്ററോളം വളർന്നു എന്നാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞത് ഡോക്ടർ. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് അത് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരെയും പോലെ ഞാൻ ഞെട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് പറ്റിയൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഞാനങ്ങനെ. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല, അത് കാരണം കൊണ്ട് എന്തായാലും ഒരു കിഡ്നി അവിടെ അതുപോലെ ഉണ്ടല്ലോ, കേടുപാടൊന്നുമില്ലാതെ, അപ്പോൾ അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം ജീവിച്ചാൽ മതി എന്ന് ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഉറച്ച തീരുമാനമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെന്ന് പറഞ്ഞു. അത് മാറ്റി പറയാനൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ അറിയാം. ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. കുറഞ്ഞത് ഒരു 3 മാസമെങ്കിലും നമ്മൾ നന്നായിട്ട് വിശ്രമിക്കണം. അതുപോലെ നമ്മൾ നല്ല വൃത്തിയുള്ള പൊടിപടലങ്ങളൊന്നും ഇല്ലാത്ത റൂമൊക്കെ ആയിരിക്കണം നമുക്ക്. അപ്പം നമ്മുടെ വീടിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ ഏത് നേരവും പൊടിയും കാറ്റും പൊടിയെല്ലാം ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ടാമത് ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ തൊടുപുഴയിലുള്ള ഗവൺമെൻറ് ആശുപത്രിയുടെ സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും തന്നെയുള്ളൂ, കൂടുതലായിട്ടൊന്നും വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിഡ്നിയിലെ മുഴ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിരുന്നല്ലോ ഡോക്ടറെ. അത് സാരമില്ല, അപ്പോൾ കൂടുതലായിട്ട് വളർന്നിട്ടില്ല, അത് അതേപോലെ തന്നെ ഇരിക്കുന്ന, അളവ് കൂടിയിട്ടില്ല, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കിഡ്നിയിലൊരു മുഴ, കരളിൽ 2 മുഴ ഒക്കെ വെച്ചിട്ടാണ്. ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുക്കണില്ല. കാരണം നമ്മളൊരു രോഗിയാണെന്ന് തോന്നിപ്പോയാൽ പിന്നെ എപ്പോഴും നമുക്ക് ക്ഷീണം ബുദ്ധിമുട്ടുകളായിരിക്കും. ഇപ്പോൾ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ക്ഷീണം പ്രത്യേകിച്ച് ഉണ്ടായാലോ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചെറിയ ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ അതൊന്നും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകുന്നൊന്നുമില്ല. കാരണം ആശുപത്രി പോയാലും നമുക്ക് ഒന്നെങ്കിൽ അഡ്മിറ്റ് ആവണം, അല്ലെങ്കിൽ ഗുളികയോ മറ്റുള്ള മരുന്നുകളോ ഒന്നും അങ്ങനെ കഴിക്കാനും പാടില്ല. ഇത്തരം സാഹചര്യത്തിൽ കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ പോകാറില്ല. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മുന്നോട്ട് തന്നെ പോകാം. ഇനി അടുത്ത വർഷം ടി സ്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്നറിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യേണ്ട വരുവാണെങ്കിൽ മാത്രമേ അതേപ്പറ്റി ആലോചിക്കണുള്ളൂ. ഒന്നാമത് എനിക്ക് 3-4 മുഴകൾ ശരീരത്തിലുള്ളപ്പോൾ ഏത് ഭാഗത്താണ് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ സീരിയസ് ആയിട്ട് വരുന്നതും അല്ലേ ആദ്യം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൻ്റെ പേരിലാണ് ഞാനും അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്കങ്ങനെ ഒരുപാട് എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറയുന്നത് കൊണ്ടാണ് ഡോക്ടറാണെങ്കിൽ ഒരു ഓപ്പറേഷത്തിന് മുന്നോട്ട് അധികം നിർബന്ധിക്കാത്തതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ രോഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ.